നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 829th day. Today 51st ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 829 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 51ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 51ാമത്തെ ശ്ലോകം. നൈനോ രാജ്ഞ പ്രജാഭർത്തുർ ധർമ്മയുദ്ധേവതോദ്വിഷാം ഇതി മേനതു ബോധായ കൽപ്പതേ ശാസനം വച. നൈനോ രാജ്ഞ പ്രജാഭർത്തുർ ധർമ്മയുദ്ധേവതോദ്വിഷാം ഇതി മേനതു ബോധായ കൽപ്പതേ ശാസനം വച. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നൈനോ നൈ ന. രാജ്ഞഃ പ്രജാ ഭർത്തു ധർമ്മയുദ്ധേ വധോ ദിശാം ഇതി മേ ന തു ബോധായ കൽപ്പതേ ശാസനം ഭജ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. പ്രജാഭർത്തു പ്രജകളെ ഭരിക്കുന്ന രാജ്ഞ രാജാവിന് ധർമ്മയുദ്ധത്തിൽ ദിശാം ശത്രുക്കളുടെ വധഃ സംഹാരം വധിക്കുന്നത് നൈനോ എന്നുള്ളത് ന ഏന എന്നാണ് പറയുന്നത്. ന ഏന രാജ്ഞ ന ഏന പാപമല്ല. ഇതി ശാസനം വച. ഇങ്ങനെ ഇതി ശാസനം വച. ഇങ്ങനെ ശാസിക്കുന്നതായ വചസ് വാക്കുകൾ മേ എൻ്റെ ബോധായ ബോധത്തിനായിക്കൊണ്ട് ന കൽപ്പതേ മതിയാകുന്നില്ല. അതായത് ധർമ്മപുത്രർക്ക് പറയുകയാണ്, ധർമ്മയുദ്ധത്തിൽ ശത്രുക്കളെ വധിക്കുന്നത് പാപമല്ല. പക്ഷേ അങ്ങനെ ആ സത്യം തനിക്ക് അറിയാമെങ്കിലും ധർമ്മയുദ്ധത്തിൽ ശത്രുക്കളെ വധിക്കുന്നത് പാപമല്ല എന്ന് ഉള്ള ആ വാക്കുകൾ, അതായത് ആ ശാസ്ത്രം എനിക്ക് ബോധിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ ആ വാക്കുകൾ പോരാ. എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാൻ പാപം ചെയ്തു, ബന്ധുക്കളെയും എല്ലാവരെയും വധിച്ചതുകൊണ്ട് സ്വന്തം സുഖത്തിനായിക്കൊണ്ട്, സ്വന്തം രാജ്യം തനിക്ക് ലഭിക്കാനായിക്കൊണ്ട് ശത്രുക്കളെ വധിച്ചു ഹിംസിച്ചു എന്ന് എൻ്റെ മനസ്സ് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ധർമ്മപുത്രരുടെ ബുദ്ധിയിൽ ഇങ്ങനെയുള്ള വിചാരമുണ്ടായത് ശ്രീകൃഷ്ണ ഭഗവാൻ, അന്തരാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണയുടെ ഫലമായിട്ടാണ് എന്ന് നാം അറിയണം. എന്തെന്നാൽ ധർമ്മപുത്രർ അത്രയ്ക്കും അറിവുള്ള ആളാണ്. പക്ഷേ ധർമ്മപുത്രർക്ക് തൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു പ്രേരണയുണ്ടാക്കി ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് ഭഗവാൻ ചിന്തിച്ചിട്ടാകാം ധർമ്മപുത്രർക്ക് ഇപ്രകാരം ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നത്. എന്തെന്നാൽ ഒരു രാജാവ് സ്വജനരക്ഷയ്ക്ക് വേണ്ടി ശത്രുക്കളെ വധിക്കുന്നത് ധർമ്മമാണ്. ആ ധർമ്മപുത്രർക്ക് അറിയുകയും ചെയ്യും. എങ്കിലും അങ്ങനെയുള്ള ആ ശാസ്ത്രവിധിയൊന്നും തനിക്ക് സമാധാനം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പിടിച്ചു നിർത്തി തനിക്ക് സമാധാനം നൽകണം എന്ന് പറയാൻ ഭഗവാൻ തന്നെ പ്രേരിപ്പിച്ചതാകാനാണ് സാധ്യത. ഭഗവാൻ എല്ലാവരുടെയും അന്തരാത്മാവായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള പ്രേരണ നൽകിയത് എന്ന് ഇവിടെ നാം ചിന്തിക്കേണ്ടതാകുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. നൈനോ രാജ്ഞ പ്രജാഭർത്തുർ ധർമ്മയുദ്ധേവതോദ്ദിശാം
ഇതി മീനതുബോധായ കൽപ്പതേ ശാസനം വജ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.